الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن أملا. قال النبي صلى الله عليه وسلم خيركم من طال عمره وحسن عمله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അല്ലാഹു സ്വീകരിക്കുന്ന ഒരമലായി അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മളെയും നമ്മളുടെ ബന്ധങ്ങളിലുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ഒരു റമളാൻ കൂടി നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത്, ഒരു റമളാനെ കൂടി നമുക്ക് സ്വീകരിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നമുക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു നൽകിയ വലിയൊരു തൗഫീഖാണ്. ഓരോ റമളാനുകളും വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് മുന്നിലുള്ള വലിയ ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധമായ റമളാൻ. മനുഷ്യന്മാരാണ് എന്നുള്ള നിലക്ക് നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും പാകപ്പിഴവുകളും എല്ലാം സംഭവിച്ചു പോകും. എന്നാൽ ആ പാപങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറയാൻ, ആ പാപങ്ങളെല്ലാം പൊറുപ്പിക്കാൻ അള്ളാഹു നമ്മളുടെ മുമ്പിൽ വെച്ച അവസരമാണ് വിശുദ്ധമായ റമളാൻ. തെറ്റുകൾ വന്നുപോയി എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് അള്ളാഹു ഒരിക്കലും വിശ്വാസികളെ അകറ്റി നിർത്തുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. ഓരോ റമളാനുകളും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്താം, സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാം ആണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അല്ലാഹു തആല അവസരങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ അവസരങ്ങളെല്ലാം ഒരു ദിവസം ആ അവസരങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അവസാനിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണം അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതോടുകൂടെ അവൻ്റെ ഖിയാമത്ത്, അവൻ്റെ ജീവിതം, അവൻ്റെ ഖിയാമത്ത് നാൾ അവിടെ സംഭവിക്കുകയാണ്. പിന്നെ അവൻ്റെ മുമ്പിൽ അവസരങ്ങളില്ല. നാം ഈ റമളാൻ ഏതെല്ലാം രൂപത്തിൽ നല്ല കാര്യങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ കഴിയുമോ എല്ലാ സമയവും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. നാം എല്ലാം ഉപയോഗപ്പെടുത്തുന്നവരാണ്. കൂടുതൽ എങ്ങനെ ക്രിയാത്മകമായി റമളാനെ ഉപയോഗപ്പെടുത്താം എന്ന് ഓരോ സമയവും നാം ആലോചിക്കണം, ചിന്തിക്കണം. എന്താണ് ഈ വിശുദ്ധമായ റമളാൻ കൊണ്ട് അല്ലാഹു ലക്ഷ്യമാക്കുന്നത്? നമ്മളെല്ലാം വഅള് കേൾക്കുമ്പോൾ ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ് ഉസ്താദുമാരെല്ലാം വഅള് പറയാറുണ്ട്. വിശുദ്ധമായ റമളാന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് നമ്മളെല്ലാം അള്ളാഹുവിനെ പേടിക്കുന്നവരായി തീരുക എന്നുള്ളതാണ്.
വേറെ ഏതെങ്കിലും ആളുകളെ പേടിച്ചുകൊണ്ടല്ല, എന്തെങ്കിലും കാര്യലാഭങ്ങൾക്ക് വേണ്ടിയല്ല. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് അള്ളാഹു കാണുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടെ നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നാം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധമായ റമളാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഒരു ആട്ടിടയനായ കുറെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ മനുഷ്യനോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നല്ല അകിടിൽ നല്ല പാലുള്ള ഒരാടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ മനുഷ്യനോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ ആടിനെ എനിക്ക് വിൽക്കുന്നുണ്ടോ? ഈ സമയത്ത് ആ ആട്ടിടയനായ മനുഷ്യൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഇത് എൻ്റെ ഉടമസ്ഥതയിലുള്ള ആടുകളല്ല, ഞാൻ ഒരു ജോലിക്കാരൻ മാത്രമാണ്, ഞാനൊരു ആട്ടിടയൻ മാത്രമാണ്. എൻ്റെ യജമാനന്റെ സമ്മതമില്ലാതെ ഈ ആടിനെ നിങ്ങൾക്ക് വിൽക്കാൻ എനിക്ക് അതിന് അർഹതയില്ല എന്ന് ആ മനുഷ്യൻ മറുപടി പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ ഒന്ന് പരീക്ഷണാർത്ഥം രണ്ടാമതും ആ മനുഷ്യനോട് ചോദിക്കുന്നു, എനിക്ക് ഈ ആടിനെ ആവശ്യമുണ്ട്, ഈ നല്ല പാലുള്ള ഈ ആടിനെ നിങ്ങൾ എനിക്ക് വിൽക്കണം, വെറുതെ എനിക്ക് തരണ്ട, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അതിനുള്ള വിലയും പൈസയും ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എനിക്ക് ആ ആടിനെ വിൽക്കൂ. ഇനി അതിനുള്ള ഒരു പ്രശ്നം, വൈകുന്നേരം നിങ്ങൾ ആടിനെയുമായിട്ട് തിരിച്ച് യജമാനന്റെ മുന്നിലെത്തുമ്പോൾ, അപ്പോൾ യജമാനൻ ചോദിക്കുമ്പോൾ അവിടെ ഒരു മറുപടി പറയുന്നിടത്തല്ലേ നിനക്ക് പ്രശ്നമുള്ളൂ, അതിനുള്ള പരിഹാരവും ഞാൻ പറഞ്ഞു തരാം. ഈ ആടിനെ ഇത്രയും വലിയ ഒരു കൂട്ടങ്ങളിൽ നിന്ന് ഒരാടിനെ ചെന്നായ പിടിച്ചു കൊണ്ടുപോയതാണ് എന്ന് നിന്റെ യജമാനനോട് നീ മറുപടി പറഞ്ഞാൽ മതി. ആ ആടിനെ എനിക്ക് വിൽക്കൂ, എനിക്ക് ആടിനെയും കിട്ടും, നിനക്കതിൻ്റെ വിലയും അതിൻ്റെ പൈസയും കിട്ടുമെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ, ആട്ടിടയനായ മനുഷ്യൻ തിരിച്ച് ആ സ്വഹാബിയോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഐനല്ലാഹ്, യജമാനനെ പറ്റിക്കാൻ എനിക്ക് കഴിയും, പക്ഷേ ഓരോ കാര്യങ്ങളും, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന, എല്ലാത്തിനെ പറ്റിയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കണ്ണുവെട്ടിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹു കാണാതെ ആ കാര്യം ചെയ്യാൻ എനിക്ക് കഴിയില്ലല്ലോ. ഈ മനുഷ്യന്റെ ഈമാനിന്റെ ആ കടുപ്പം കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി എന്ന് ചരിത്രം പറയുകയാണ്. പലപ്പോഴും ഈ മനുഷ്യനെ ഓർമ്മിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ണുനീരൊലിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഇവിടെ മനുഷ്യന്മാരാരും കാണുന്നില്ല, അല്ലെങ്കിൽ ബാക്കി എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നിട്ടും എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം കൊണ്ടാണ് ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പാടില്ലാത്ത, അള്ളാഹു വിലക്കിയ ഒരു കാര്യത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. നാമും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് ചെയ്യുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്, കൃത്യമായി ബോധ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഏതെങ്കിലും വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട്, നല്ല കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യാനും തിന്മകളാണെങ്കിൽ അത് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനും നമുക്ക് കഴിയണം. അപ്പോഴാണ് വിശുദ്ധമായ റമളാൻ കൊണ്ട് അള്ളാഹു ലക്ഷ്യമാക്കിയ തഖ്വ എന്ന് നാം പറയാറുള്ള അള്ളാഹുവിലുള്ള പേടി നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധമായ ഇസ്ലാമിൽ ഹറാമുകളായ തിന്മകളെ മാറ്റി നിർത്തുന്നതിനാണോ, അതല്ല ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനാണോ പ്രാധാന്യം കൂടുതൽ? മഹാന്മാര് പറയുന്നു, തെറ്റായ കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനാണ് വലിയ പ്രാധാന്യം വിശുദ്ധമായ ഇസ്ലാം കൽപ്പിക്കുന്നത്. പള്ളിയിലും പോകും, കുറച്ചു സമയം കിട്ടുന്നത് ഖുർആനും ഓതും, ബാക്കിയുള്ള ഹറാമുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ
നമ്മളുടെ ഇബാദത്തുകളും നിസ്കാരങ്ങളൊന്നും അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ആകുന്നില്ല എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദന്നാസ്. മോനെ, നിന്റെ ജീവിതത്തിൽ അള്ളാഹു വിലക്കിയ ഹറാമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന് നീ മാറ്റി നിർത്തണം. എന്നാൽ തകുൻ അഅബദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിന് ഏറ്റവും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളായി നിനക്ക് മാറാൻ കഴിയും. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. താബിഈങ്ങളിൽ പ്രമുഖനായ വലിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ഹസൻ ബസരി തങ്ങള് എത്രയോ സ്വഹാബികളെ ജീവിതത്തിൽ നേരിട്ട് കണ്ട മഹാനാണ്. ബഹുമാനപ്പെട്ടവർ ഒരു മയ്യിത്ത് സംസ്കരണ വേളയിൽ ഒരു പള്ളിയിൽ ആ മയ്യിത്ത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ അവിടെ ഒരു മനുഷ്യൻ എല്ലാവരോടും നടന്ന് ഇങ്ങനെ പൈസ യാചിക്കുകയാണ്, ഭിക്ഷ യാചിക്കുകയാണ്. ഇത് കാണുമ്പോൾ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങളുടെ മനസ്സിൽ ഒരു ആലോചന, ഒരു ചിന്ത കടന്നു വരികയാണ്. ഈ മയ്യിത്ത് നിസ്കരിക്കുന്ന ഈ സദസ്സിൽ ഇയാളിങ്ങനെ എല്ലാവരോടും പൈസ ചോദിച്ചു നടക്കുകയാണല്ലോ, ഇയാൾക്കൊക്കെ സ്വന്തമായി തൊഴിലെടുത്തൊന്ന് ജീവിച്ചുകൂടെ എന്നുള്ള ഒരു ആലോചന ബഹുമാനപ്പെട്ടവരുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ജീവിതത്തിൽ ഒരുപാട് ഇബാദത്തുകളും ദിക്റുകളുമായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കുന്ന ഹസനുൽ ബസരി തങ്ങൾ അന്ന് രാത്രി തൻ്റെതായ വിറുതുകൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഇബാദത്തുകൾക്ക് വേണ്ടിയിട്ട്, ആ ദിക്റ് ചെല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് അന്ന് എത്ര ശ്രമിച്ചിട്ടും താൻ ചെയ്യാറുള്ള ഇബാദത്തുകൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഉറക്കം വന്ന് തനിക്കത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവര് ഉറക്കിലേക്കങ്ങ് ഉറങ്ങിപ്പോകുന്ന സമയത്ത് സ്വപ്നത്തിൽ കുറച്ചാളുകൾ ഒരു മയ്യിത്തുമായിട്ട് ഇങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് വരികയാണ്. ആ മയ്യിത്ത് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ വെച്ചിട്ട്, ഇതാ ഈ മയ്യിത്തിനെ നിങ്ങൾ ഭക്ഷിച്ചോളൂ, ജനങ്ങളുടെ പച്ചമാംസം തിന്നാനാണല്ലോ നിങ്ങളുടെ പണി എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ അന്ന് ഉച്ചയ്ക്ക് കണ്ട ആ മനുഷ്യന്റെ മയ്യിത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ഞെട്ടി ഉണരുന്നു. അവർ ചിന്തിക്കുകയാണ്, ഇന്ന് എൻ്റെ ഇബാദത്തുകൾ, ഞാൻ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ എനിക്ക് പൂർത്തിയാക്കാൻ എനിക്ക് സാധിക്കാതിരുന്നത് ഞാൻ ആ മനുഷ്യനെ പറ്റി എൻ്റെ മനസ്സിൽ മോശമായ ഒരു ചിന്ത കടന്നു വന്നതുകൊണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ടവർ ചിന്തിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ആത്മീയമായി ഒരുപാട് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും റമളാനുകൾ വരുമ്പോൾ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യണം, കഴിഞ്ഞ റമളാനുകളെക്കാൾ എൻ്റെ റമളാൻ ഒന്നുകൂടി ധന്യമാക്കണം എന്ന് സ്വാഭാവികമായിട്ടും ആലോചിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും. പക്ഷേ പലപ്പോഴും ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഇബാദത്തുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാലും അടുത്ത ദിവസം അത് മുടങ്ങിപ്പോവുകയാണ്. പല സൽക്കർമ്മങ്ങളും ഹൈറായ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടുപോകാൻ, അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല. മഹാന്മാര് പഠിപ്പിക്കുന്നു, മോശമായ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ സൽക്കർമ്മങ്ങൾക്ക് പലപ്പോഴും അത് വിലങ്ങുതടിയായി നിൽക്കുന്നത് എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ആദ്യമായി ഈ റമളാനിൽ എടുക്കേണ്ട ഒരു തീരുമാനം, ഏതാണ് തെറ്റ് എന്ന് ബോധ്യമുള്ളവരാണ് നാം ഓരോരുത്തരും. എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്താണ് ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ബോധ്യമുള്ളവരാണ്. തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതൊന്ന് മാറ്റി നിർത്താൻ ഈ വിശുദ്ധമായ റമളാനിൽ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ തെറ്റായ കാര്യങ്ങൾ മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട്
നന്നായിട്ട് മനസാന്നിധ്യത്തോടുകൂടെ നിസ്കരിക്കാനും അധികം ഖുർആനുകൾ ഓതാനും കൃത്യമായ ഹദ്ദാദ് ചെല്ലാനും അങ്ങനെ തുടങ്ങിയ എല്ലാ സൽക്കർമ്മങ്ങൾക്കും നമുക്ക് കഴിയും എന്ന് മഹാന്മാര് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ കഴിഞ്ഞ റമളാനുകളെക്കാളൊക്കെ ഉപരി കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് അള്ളാഹുവിലേക്ക് സാമീപ്യം കരസ്ഥമാക്കാൻ ഈ വിശുദ്ധമായ റമളാനിൽ നമ്മൾക്കും നമ്മളുമായി ബന്ധമുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലക്ക് മോശമായ കാര്യങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. പിന്നെ അള്ളാഹു പഠിപ്പിച്ച, ജീവിതത്തിൽ ചെയ്യാൻ കൽപ്പിച്ച ഫർളും സുന്നത്തുമായ ഒരുപാട് കാര്യങ്ങൾ ചെറുപ്പം മുതൽ മദ്രസയിൽ മുതൽ നാം എല്ലാവരും ഒരുപാട് പഠിക്കുന്നവരാണ്, കേൾക്കുന്നവരാണ്. കഴിയുന്നത്ര നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം പ്രാവർത്തികമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനോടനുബന്ധിച്ച് അവിടെ നടത്തിയ പ്രഭാഷണത്തിൽ വിശുദ്ധമായ റമളാനിൽ നാം ചെയ്യുന്ന ഓരോ ഫർളുകൾക്കും 70 ഫർളിന്റെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി. നാം ചെയ്യുന്ന ഏറ്റവും പുണ്യമായ കർമ്മം തന്നെയാണ് നാം നിസ്കരിക്കുന്ന 5 വഖത്ത് നിസ്കാരം. അത് നാം എല്ലാവരും ചെയ്യുന്നവരാണ്. കൂടുതൽ ജാഗ്രതയോടുകൂടെ ജമാഅത്തായിട്ട് തന്നെ നമ്മളുടെ ആ നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെയുള്ള റവാത്തിബ് സുന്നത്തും നഷ്ടപ്പെട്ടു പോകാതെ അത് കൃത്യമായി റമളാനിൽ ഒരു ശീലമാക്കുകയും തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. റവാത്തിബ് സുന്നത്തിന്റെ അധ്യായത്തിൽ ഹദീസിന്റെ കിതാബുകളിലെല്ലാം 10 റക്അത്ത്, ഷാഫി മദ്ഹബില് 10 റക്അത്താണ് മുഅക്കദായ സുന്നത്ത്. മൊത്തം സുബഹിന്റെ മുമ്പ് 2 റക്അത്തുണ്ട്, ളുഹറിന് മുമ്പും ശേഷവും 4 റക്അത്തുണ്ട്, അസറിന് മുമ്പ് 4 റക്അത്ത്, മഗ്രിബിനും ഇശാഇനും മുമ്പും ശേഷവും 4 റക്അത്ത്. അങ്ങനെ 22 റക്അത്ത് റവാത്തിബ് സുന്നത്ത് ഒരു ദിവസം നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. അതിൽ തന്നെ ഏറ്റവും ശക്തിയായ സുന്നത്തായ 10 റക്അത്ത് സുന്നത്തുണ്ട്. സുബഹിന്റെ മുമ്പുള്ള 2, ളുഹറിന് മുമ്പും ശേഷവുമുള്ള 2, മഗ്രിബിനും ഇശാഇനും ശേഷമുള്ള 2 റക്അത്ത്. ഇത് ഈ സുന്നത്തുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശക്തിയായ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ്. എത്ര തിരക്കുണ്ടെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത സുന്നത്തുകൾ. 10 റക്അത്ത് ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് സ്വർഗത്തിൽ വലിയ ഒരു വീട് അവൻ അള്ളാഹു സംവിധാനിക്കും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. നാം ഒരുപാട് വഴല് കേൾക്കുന്നതിലോ അല്ലെങ്കിൽ കുറെ ഇങ്ങനെ എന്തെങ്കിലും കേട്ടുപോകുന്നതിലോ അല്ല കാര്യം. നമ്മളുടെ ജീവിതത്തിൽ ഈ വിശുദ്ധമായ റമളാൻ കൊണ്ട് എന്തെങ്കിലും ആത്മീയമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലെല്ലാം വരേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള മനസാന്നിധ്യത്തോടുകൂടെ നിസ്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. പലപ്പോഴും ഖുർആനിൻ്റെ വിശാലമായ അർത്ഥങ്ങളോ ദിക്റുകളുടെ അർത്ഥങ്ങളോ ഒന്നും നമുക്ക് ചിലപ്പം അറിയില്ലാത്തവരായിരിക്കാം. എങ്കിലും നമുക്കറിയുന്ന രൂപത്തിൽ നമുക്ക് അതിൻ്റെയൊക്കെ ആശയങ്ങൾ അറിയാമെങ്കിൽ അത് ഓതുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മളുടെ നിസ്കാരങ്ങളും ഇബാദത്തുകളും എല്ലാം മാറ്റി തീർക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാവിലെ എഴുന്നേറ്റ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് അവൻ കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത്. അതറിയാത്തവരായി നമുക്ക് ആരുമില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, ഇന്ന് നാം എഴുന്നേറ്റ സമയത്ത് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഒരു അൽഹംദുലില്ലാ പറഞ്ഞവർ നമ്മുടെ കൂടെ എത്ര ആളുകളുണ്ട്? വുളു എടുക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ ഒരു അഊദ് ഓതണം. തുടക്കത്തിൽ ബിസ്മി സുന്നത്തുണ്ട്. അത് ചൊല്ലി എന്ന് ഉറപ്പ് പറയാൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എത്ര ആളുകൾക്ക് കഴിയും? ഒന്ന് ആലോചിച്ചു നോക്കുക. ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല, നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഓരോ ചെറിയ സുന്നത്തുകളാണെങ്കിലും ഒരു ഫർളിന്റെ പ്രതിഫലം ഈ വിശുദ്ധമായ റമളാനിൽ ഉണ്ട് എന്ന് സ്വാദിഖുൽ മസ്ദൂഖായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്.
വുളു എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധയോടുകൂടെ നമ്മൾ പഠിച്ച ആ മദ്രസയിൽ മുതൽ പഠിച്ച ആ സുന്നത്തുകൾ ആ വുളുയിലേക്ക് കൊണ്ടുവരിക. 3 പ്രാവശ്യം തന്നെ എല്ലാ അവയവങ്ങളും കൃത്യമായി ഒന്ന് നല്ല രൂപത്തിൽ വുളു എടുക്കുക. ഇസ്ബാഉൽ വുളുഇനെ മികച്ച രൂപത്തിൽ കൈകളൊക്കെ ഒന്ന് കയറ്റിക്കഴുകി നല്ല രൂപത്തിൽ വുളു എടുക്കുന്നതിന് വലിയ പ്രതിഫലം വിശുദ്ധമായ ഹദീസിന്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുമല്ലോ. ആ വുളു എടുത്തു കഴിഞ്ഞാൽ ആ വുളുഇന് ശേഷമുള്ള ദുആ നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. എന്തായാലും ഈമാനോടുകൂടി മരിക്കാൻ കഴിയുമെന്ന് മഹാന്മാര് പഠിപ്പിച്ച വലിയൊരു സൽക്കർമ്മമാണ് വുളുഇന്റെ ശേഷമുള്ള ദുആ. അങ്ങനെ നിസ്കാരത്തിലേക്ക് നിന്നാൽ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിലും വളരെ കുറഞ്ഞ ഒരു സമയം കൊണ്ട് നാം നിസ്കരിക്കുമ്പോൾ അതിലും നമ്മുടെ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അതിൽ ഫർള് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതിലും വജ്ഹത്ത് സുന്നത്താണ്, സൂറത്ത് സുന്നത്താണ്. മറ്റ് നിസ്കാരങ്ങളിലുള്ളതുപോലെ എല്ലാ ദിക്റുകളും ദുആകളും ആ നിസ്കാരങ്ങളിലും സുന്നത്ത് തന്നെയാണ്. നാം ഒരു കുറഞ്ഞ സമയം നാം സുന്നത്ത് നിസ്കരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് എത്ര സമയമാണ് വെറുതെ വേസ്റ്റാക്കുന്നത്. എന്നാൽ ഖുർആനിന്റെ മഹത്വം നമുക്കറിയാത്തത് കൊണ്ടല്ല, ഓരോ ഹർഫിനും 10 പ്രതിഫലം ലഭിക്കുമെന്ന് ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്നവരാണ്, കേട്ടവരാണ്. അലിഫ് ലാം മീം എന്ന് ഖുർആനിൽ ഓതുമ്പോൾ ആ അലിഫിന് 10 പ്രതിഫലം, ലാമിനും മീമിനും ഒക്കെ 10 പ്രതിഫലം ലഭിക്കുന്നു. ആ ഹദീസുകളിൽ തന്നെ കാണാം, ഒരാള് നിസ്കാരത്തിലാണ് ആ ഖുർആൻ ഓതുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലം വീണ്ടും എത്രയോ 10 മടങ്ങ് വർദ്ധിക്കുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നാം ഓതുന്നത് ഒരു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ആണെങ്കിലും അത് നിസ്കാരത്തിൽ ഓതുമ്പോൾ നിസ്കാരത്തിൽ സൂറത്ത് ഓതി എന്നുള്ള പ്രതിഫലം, അതിന് പുറമെ നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ അതിന്റെ പ്രതിഫലങ്ങൾ എത്രയോ ഇരട്ടിയായി നമുക്ക് ലഭിക്കുകയാണ്. കുറഞ്ഞ കാര്യങ്ങളാണെങ്കിലും കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അഫ്ളലുൽ അഅമാലി അദ്വമുഹാ വഇൻ ഖല്ല. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് അത് നിരന്തരമായി എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെത്ര കുറഞ്ഞതാണെങ്കിലും നാം ഒരു ദിവസം കുറേ ഇബാദത്തുകൾ ചെയ്യുന്നു, പിന്നെ കുറേ ദിവസം ഒന്നുമില്ല. അതിനേക്കാൾ നല്ലത് നാം എല്ലാ ദിവസവും ളുഹറിന്റെ മുമ്പും ശേഷവും ഈ 2 റക്അത്ത് സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുന്നവരാണെങ്കിൽ അതൊന്ന് വജ്ഹത്തോതി സൂറത്തോതി ഒന്ന് നിസ്കരിക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വിശുദ്ധമായ റമളാനിൽ ആ ശീലം തുടങ്ങി വെച്ച് നമ്മുടെ ജീവിതത്തിലുടനീളം അത് തുടർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നമ്മൾ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ അവിടെ ചെല്ലാനുള്ള ദിക്റുകളെല്ലാം മനപ്പാടമാക്കിയവരാണ്, അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ അശ്രദ്ധ കൊണ്ട് പലപ്പോഴും ആ സുന്നത്തുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതെൻ്റെ നബി തങ്ങളുടെ സുന്നത്താണ് എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഈ വിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിർത്താൻ, ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആനിന്റെ കാര്യം പറഞ്ഞല്ലോ. വിശുദ്ധമായ ഖുർആനിനെ പറ്റി, റമളാനിനെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തിയത് തന്നെ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. നമ്മൾക്കെല്ലാം ഖുർആൻ ഓതാൻ അറിയുന്നവരാണ്. കഴിയുന്നത്ര ഖുർആൻ പാരായണം ചെയ്യാൻ ഈ വിശുദ്ധമായ റമളാനിൽ നാം സമയം കണ്ടെത്തണം. എത്ര ഖത്മ് തീർക്കാൻ കഴിയുമോ അത്രയും ഖുർആൻ നമുക്ക് ഓതാൻ കഴിയണം. ഖുർആനുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും അത് ഈ റമളാൻ കഴിഞ്ഞിട്ടും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോൾ ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് വിശുദ്ധമായ ഖുർആൻ. പ്രത്യേക സമയങ്ങളിൽ ചെല്ലേണ്ട ദിക്റുകളും ദുആകളും ഹദീസുകളിലും മറ്റുമായി വന്ന ആ ദിക്റുകൾ മാറ്റി നിർത്തിയാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്റ് വിശുദ്ധമായ ഖുർആനാണ്. നാം ഇന്ന് പലപ്പോഴും പല പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ പല ബൈത്തുകളും മറ്റുമൊക്കെ നാം വലിയ പ്രാധാന്യത്തോടു കൂടി ചെല്ലാറുണ്ട്. പക്ഷേ ഖുർആൻ പാരായണത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഒന്ന് ആലോചിക്കേണ്ടതാണ്.
ഇനിയും ഖുർആൻ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാകും. എങ്കിലും അതിന് കൃത്യമായ ഒരു ഓർഡർ വെച്ച് കൂടുതൽ ഖുർആൻ പാരായണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമയം മാറ്റിവെക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലക്ക് അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഖുർആനിൽ പറഞ്ഞ തഖ്വയുള്ളവരായി മാറുക. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. തഖ്വയുള്ളവരുടെ സ്ഥാനം നിങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് സ്ഥലത്ത് തഖ്വയുള്ളവരുടെ മഹത്വം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും ഒരാളുടെ വിജയത്തിന് നിദാനമായ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള ആളുകൾ അത് നിങ്ങളിൽ നിന്ന് ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. മറ്റൊരായത്തിൽ അള്ളാഹു തആല പറയുകയാണ്, വല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ. അള്ളാഹു തഖ്വയോടുകൂടെ ജീവിക്കുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടുകയും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുക അത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളിൽപ്പെട്ടതാണ്. മൻ കാന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വജദ ഹലാവത്തുൽ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരാണ് അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവും അവൻ്റെ റസൂലും അവനിലേക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടവനായോ അവൻ ഈമാനിൻ്റെ മാധുര്യം രുചിച്ചവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് ആഖിറത്തിൽ ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ തഖ്വയുള്ളവരെ പറ്റി വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അവൻ്റെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരമായി അല്ലാഹു തആല അവനൊരു മാർഗം കാണിച്ചു കൊടുക്കും എന്ന് മറ്റൊരായത്തിൽ നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നത് തഖ്വയുള്ള ആളുകൾക്കാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പല സ്ഥലങ്ങളിലും നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആ വിഭാഗത്തിൽ പെടാൻ നമുക്ക് കഴിയണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം എല്ലാ സമയത്തും മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പേടിയുണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങൾ. അനിൽ മഅസിയത്തി അല്ലാ തുഗ്ഫർ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാകും. ആ തെറ്റുകൾ എൻ്റെ റബ്ബ് പുറത്തു തന്നിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു പേടി എല്ലാ സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇബ്ലീസ് ജീവിതത്തിൽ ഒരുപാട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു തെറ്റ്, ആ തെറ്റിന്റെ കാരണത്താൽ അള്ളാഹുവിൻ്റെ കോപം ഉണ്ടായി. ആ കാരണം കൊണ്ടാണ് ഇബ്ലീസ് വഴിപിഴച്ചു പോയത്. അങ്ങനെ എത്രയോ ആളുകളെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഒരു തിന്മയാണെങ്കിലും ആ തിന്മയിലാണ് അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാകുന്നതെങ്കിൽ ആ ഒരൊറ്റ തിന്മ മതി നമ്മുടെ ജീവിതം നശിച്ചു പോകാൻ, അത് നഷ്ടപ്പെട്ടു പോകാൻ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ എത്ര ചെറുതാണെങ്കിലും എൻ്റെ പാപങ്ങളെല്ലാം എൻ്റെ റബ്ബ് പുറത്തു തന്നിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു ഭയം ഓരോ വിശ്വാസിയുടെ മനതലങ്ങളിലും ഉണ്ടാകണം. അതേ സമയത്ത് നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. പക്ഷേ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു തആല എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുന്നതും അതും തഖ്വയുള്ള ആളുകളിൽ നിന്നാണ്. നമ്മൾ ഓരോ നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോഴും ഖുർആനുകൾ പാരായണം ചെയ്യുമ്പോഴും ആ സമയത്തും നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകണം, എൻ്റെ റബ്ബ് ഞാൻ ചെയ്ത ഇബാദത്ത് സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും 1000 റക്അത്ത് നിസ്കരിക്കുന്ന മഹാനാണ്. അതേ മരണശയ്യയിൽ അങ്ങനെ കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവര് കരയുകയാണ്.
തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ ചോദിക്കുന്നു, അല്ല നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇബാദത്തുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് സൽക്കർമ്മങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം എൻ്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ബേജാറിലാണ്. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, ആ തെറ്റുകൾ എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നിട്ടുണ്ടാകുമോ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ കരയുന്നത്. സുന്നത്തായ 1000 റക്അത്ത് നിസ്കരിക്കുന്ന മഹാന്മാര് അവരും അള്ളാഹുവിനെ പറ്റി പേടിച്ച് കരയുകയാണ്. നമ്മൾക്കെല്ലാം അള്ളാഹു തന്ന ഏറ്റവും വലിയ നിഅമത്താണ് നമ്മളെല്ലാം ഈമാൻ കൊണ്ട് അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിച്ചു എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം മഹാന്മാര് പഠിപ്പിക്കുന്നു, എല്ലാ സമയത്തും നിന്റെ മനസ്സിൽ പേടിയുണ്ടാകേണ്ട, എല്ലാവരും ബേജാറാകേണ്ട മറ്റൊരു വിഷയം അള്ളാഹു തന്ന ഈമാനാണ്. ആ ഈമാൻ മരണസമയത്ത് നമുക്ക് ലഭിക്കണം. ഹുസ്നുൽ ഖാത്തിമത്ത് ലഭിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ നമുക്ക് കഴിയണം. എൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് ഈമാൻ അള്ളാഹു നിലനിർത്തി തരുമോ എന്നുള്ള ഒരു പേടി എല്ലാ വിശ്വാസികളുടെയും മനതലങ്ങളിൽ ഉണ്ടായിരിക്കണം. മഹാന്മാര് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് ബൈനൽ ഖൗഫി വർ റജാ, ഒരു പ്രതീക്ഷ, അള്ളാഹു എൻ്റെ റബ്ബ് ഇതെല്ലാം സ്വീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും അതോടൊപ്പം ഒരു പേടിയും നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകണം. ആ നിലക്ക് നമ്മളുടെ ജീവിതം തുടങ്ങാനിരിക്കുന്നത്, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു ഒരു മരണവും ആ മരണത്തിന് ശേഷം നശിക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതവും ഒക്കെ നമുക്ക് സംവിധാനിച്ചത്, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തെ ജീവിതം, വളരെ കുറഞ്ഞ ജീവിതം നമുക്ക് സംവിധാനിച്ചത് ആരാണ് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്നത് എന്ന് അള്ളാഹു ഒരു പരിശോധന എന്നുള്ള നിലക്കാണ് ഒരു ജീവിതവും മരണമൊക്കെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളുടെ ഈ ലോകത്ത് നിന്ന്, അത് ചെറുപ്പക്കാരെന്നോ പ്രായമുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ ഏത് നിമിഷവും നാം എല്ലാം ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടവരാണ്. അങ്ങനെ പോയി അവിടെ നിന്ന് അങ്ങോട്ട് വലിയ ഒരു വിശാലമായ ലോകം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ ഒരു ജീവിതം അഭിമുഖീകരിക്കാനിരിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും. ആ ജീവിതത്തിലേക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അടുക്കാൻ കഴിയുമോ, ഈ വിശുദ്ധമായ റമളാനെ ധന്യമാക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം പാവപ്പെട്ട ആളുകളെ ഏതെല്ലാം രൂപത്തിൽ നോമ്പുതുറ സംഘടിപ്പിച്ചോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തോ, എങ്ങനെയാണോ നമുക്ക് കഴിയുന്നത് അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കാൻ ഈ വിശുദ്ധമായ മാസം നാം ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ജാഗ്രതയോടെ എല്ലാവരും ഖുർആനോത്തിലും തറാവീഹ് നിസ്കാരങ്ങളിലും എല്ലാം കൂടുതൽ ശ്രദ്ധ ചെലുത്തി ഈ വിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ഒരുപാട് തെറ്റുകൾ വന്നുപോയവരാണ്. എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഞങ്ങളുമായി ബന്ധമുള്ള ഒരുപാട് ആളുകളുണ്ട്, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരുടെ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. വിശുദ്ധമായ റമളാൻ ഒരുപാട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ എല്ലാം ചെയ്ത് ധന്യമാക്കാൻ ഞങ്ങൾക്കും അവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന കുറഞ്ഞ ഇബാദത്തുകളാണെങ്കിലും എല്ലാ ന്യൂനതകളും പരിഹരിച്ച് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് നിന്റെ ത്വാഅത്തിലായുള്ള ദീർഘായുസ് ഞങ്ങൾക്കും പറയപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. മുഴുവൻ ആളുകളുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. കഴിഞ്ഞ ദിവസം കാവനൂർ ഉസ്താദിന്റെ ഉമ്മ മരണപ്പെട്ടു. റഹ്മാനായ റബ്ബെ, ആ ഉമ്മയുടെ ഖബർ നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ റഹ്മാനെ. എല്ലാ സന്തോഷങ്ങളുമുള്ള ഖബറുകളാക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കും പറയപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.